എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്നലെ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് കാണുകയാണ്. അതായത് ഓൺലൈൻ മീഡിയാസിന്റെ പോസ്റ്റാണ്. നയൻതാര ആക്ടർ ധനുഷിനെ പറ്റിയിട്ട് എന്തോ പോസ്റ്റും പരാമർശങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികം ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വായിച്ചു നോക്കിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നോക്കുമ്പോഴേക്കും ഇത് വലിയൊരു വിവാദമായിട്ടുണ്ടായിരുന്നു, വലിയൊരു വാർത്തയായിട്ടുണ്ടായിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി ആൾക്കാർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. ആൾക്കാർ രണ്ട് ചേരികളായിട്ട് തിരിയുന്നു. അതായത് ഒരു വിഭാഗം ധനുഷിന് സപ്പോർട്ട് കൊടുക്കുന്നു, ഒരു വിഭാഗം നയൻതാരയ്ക്ക് സപ്പോർട്ട് കൊടുത്ത് സംസാരിക്കുന്നു. ഇവരുടെ പഴയ പല ഇന്റർവ്യൂ ക്ലിപ്പുകളും ഒക്കെ വീണ്ടും വൈറലാകുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വലിയ വിവാദമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ നയൻതാരയുടെ പേജിൽ കയറി അത് വായിച്ചു നോക്കി. 3 പേജിലായിട്ട് ധനുഷിനെതിരെ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത്രത്തോളം ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. കൃത്യമായിട്ട് ലെറ്ററിന്റെ തുടക്കത്തിൽ തന്നെ ടു ധനുഷ്, അതായത് ധനുഷിനുള്ള കത്താണെന്ന് വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞത് പേര് പറയാതെ പരാമർശങ്ങളൊന്നും അല്ല നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ക്യാപ്ഷനിൽ ധനുഷിനെ ടാഗ് ചെയ്തിട്ട് ഓം നമശിവായ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ധനുഷ് കൂടെ കൂടെ ഓം നമശിവായ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ലെറ്റർ വായിച്ചപ്പോൾ അത്രത്തോളം ഗൗരവമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടു പുറമെ തന്നെ നയൻതാരയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സംവിധായകൻ വിഘ്നേഷ് ശിവൻ ധനുഷിന്റെ പഴയ ഒരു ക്ലിപ്പ് 2017 മറ്റുള്ളൊരു ക്ലിപ്പാണ് അത് പങ്കുവച്ചിരിക്കുകയാണ്. അതിൽ ധനുഷ് പറയുന്ന കാര്യം എന്താണ്? നന്മപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരാളെ സ്നേഹിച്ചോ പക്ഷെ മറ്റൊരാളെ വെറുത്തിട്ടാകരുത്, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ല, ജീവിക്കാൻ അനുവദിക്കുക, എല്ലാവരോടും സ്നേഹം മാത്രം, ഈ ലോകം നല്ല രീതിയിൽ പോകണമെന്നൊക്കെ ധനുഷ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സിനിമയുടെ ലോഞ്ചിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു സംഭവം കൂടി ഇതിന്റെ പുറമെ നടക്കുകയാണ്. അതായത് നിലവിൽ നയൻതാരയും വിഘ്നേഷ് ശിവനും ധനുഷിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ പുറമെ വന്നൊരു കാര്യം എന്തെന്നാൽ SS കുമരൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സിനിമ ഡയറക്ടറാണ്, പ്രൊഡ്യൂസറുമാണ്. അദ്ദേഹം വിഘ്നേഷ് ശിവനെതിരായിട്ട് രംഗത്ത് വരികയാണ്. നയൻതാരയെ അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു കത്തായിരുന്നു. നയൻതാരയോട് നയൻതാരയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിഘ്നേഷ് ശിവനെ പറ്റി പറയുന്നതായിട്ടാണ്. അപ്പോൾ SS കുമരൻ പറയുന്ന ഇപ്രകാരമാണ്: ധനുഷ് നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങളോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് എന്താണ് ചെയ്തത്? എന്നോട് എത്ര മോശമായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ മാനേജരൊക്കെ പെരുമാറിയത്? അതിലൊന്നും പ്രശ്നമില്ലേ? ഞാനിവിടെ ഒരു സാധാരണക്കാരനായ കൊണ്ടാണോ എനിക്ക് ഇത്രയും വിവേചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് SS കുമരൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, ഇപ്പോൾ വിഘ്നേഷ് ശിവന്റെയും നയൻതാരയുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് 2022 ജൂണിലായിരുന്നല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ അല്ല, നമ്മൾ ഒറ്റ വീഡിയോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണ് തുടങ്ങി എല്ലാ സംഭവ വികാസങ്ങളും നമുക്ക് ഒറ്റ വീഡിയോയിൽ നോക്കാം. നീണ്ട ഒരുപാട് കാലത്തെ പ്രണയത്തിന് ശേഷം 8-9 വർഷത്തോളം ഉണ്ട്. അതിനുശേഷമാണ് നയൻതാരയും വിഘ്നേഷ് ശിവനും വിവാഹിതരാകുന്നത്. സൗത്ത് ഇന്ത്യയിൽ അത്രത്തോളം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഇവരുടേത്. കാരണം ആ പ്രണയത്തിന്റെ ഭംഗിയൊക്കെ കാണിച്ചിട്ടുള്ള മൊത്തം ഒരു പ്രതീതി അതിനുണ്ടായിരുന്നല്ലേ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ 8-9 വർഷത്തെ പ്രണയമാണെന്നല്ലേ. അപ്പോൾ ഇവർ പരിചയപ്പെടുന്നത് എങ്ങനെയാന്ന് നോക്കുവാണെങ്കിൽ 2015 പുറത്തിറങ്ങിയ ഞാൻ റൗഡിദാൻ എന്നൊരു സിനിമയുണ്ടല്ലേ, അതിന്റെ സെറ്റിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ 2013-14 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് അതിന് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ സിനിമയിൽ ലീഡ് റോൾസിലുണ്ടായിരുന്നത്, അതായത് നായകനും നായികയായിട്ടുണ്ടായിരുന്നത് നയൻതാരയും വിജയ് സേതുപതിയായിരുന്നു. ആ സിനിമയുടെ സംവിധായകനായിരുന്നു വിഘ്നേഷ് ശിവൻ എന്നുള്ളത്. അപ്പോൾ അവിടെ വെച്ചുള്ള പരിചയമാണ് പിന്നീട് ഒരു പ്രണയത്തിലേക്കും കല്യാണത്തിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവരെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത കേൾക്കുന്നത് 2022 ഒക്ടോബറിലാണ്. സർഗസിയിലൂടെ, അതായത് വാടക ഗർഭത്തിലൂടെ ഇവര് മാതാപിതാക്കളായി ഇരട്ട കുട്ടികൾ ജനിച്ചു എന്നുള്ള വാർത്തയായിരുന്നു. അന്ന് നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലേ, എന്താണ് സർഗസി, ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ഒരു സംഭവമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ 2022 ജൂൺ മാസം നയൻതാരയുടെ കല്യാണം കഴിയുകയാണ്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-2 ഫോട്ടോസ് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ഒറ്റ വീഡിയോ ക്ലിപ്പ് പോലും നമ്മൾ കണ്ടിട്ടില്ല, കൂടുതൽ ഫോട്ടോസ് കണ്ടിട്ടില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാണെങ്കിൽ ഇവരുടെ കല്യാണത്തിന്റെ കംപ്ലീറ്റ് മീഡിയ റൈറ്റ്സ് ഇവർ നെറ്റ്ഫ്ലിക്സിന് വിൽക്കുകയാണ്. അതായത് ഇവരുടെ കല്യാണം നടക്കുമ്പോൾ അത് വീഡിയോ പിടിക്കാനും അത് പബ്ലിഷ് ചെയ്യാനും അത് പബ്ലിഷ് ചെയ്യാതിരിക്കാനും ഒക്കെ ആ മീഡിയയുടെ കംപ്ലീറ്റ് റൈറ്റ്സ് ഓൺ ചെയ്യുന്നത്, അവകാശം വയ്ക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. നമ്മൾ മലയാളത്തിൽ പകർപ്പ് അവകാശം എന്നൊക്കെ പറയുമല്ലേ, കോപ്പി റൈറ്റ് ഓണേഴ്സ് എങ്ങനെ വേണമെങ്കിലും വിളിക്കാൻ സാധിക്കും. 25 കോടി രൂപയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ വിഘ്നേഷ് ശിവനും നയൻതാരയും അവരുടെ കല്യാണത്തിന്റെ മീഡിയ കവറേജ് വിറ്റിട്ടുണ്ടായിരുന്നത്. അതായത് മറ്റ് അവിടെയുള്ള ആർക്കും ഫോണിൽ പിടിച്ച് പുറത്തുവിടാനോ ഫോട്ടോ എടുത്ത് പുറത്തുവിടാനോ ഒന്നും അധികാരം ഉണ്ടായിരിക്കത്തില്ല. അത് കംപ്ലീറ്റ് അവകാശമുള്ളത് നെറ്റ്ഫ്ലിക്സിന് മാത്രമായിരിക്കും. ഒരു ഫോട്ടോ, 1-2 ഫോട്ടോസ് അവർ പുറത്തുവിട്ടതല്ലാതെ മറ്റൊരു ഫോട്ടോ പോലും ആരും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് തെറ്റിച്ചു കഴിഞ്ഞാൽ നിയമവിരുദ്ധമാണ്. കാരണം അവർ 25 കോടി കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണ്, ആ മീഡിയ പർപ്പസിന് വേണ്ടി മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പുറത്തു വരാഞ്ഞത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്തിനാ മേടിച്ച് നോക്കുവാണെങ്കിൽ നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കുന്നുണ്ട്, നയൻതാര ബിയോണ്ട് എ ഫെയറി ടെയിൽ. നാളെയാണ് അതിന്റെ റിലീസ്. അപ്പോൾ ഇതിൽ നയൻതാരയുടെ ജീവിതമാണ് വരുന്നത്. നയൻതാര ജനിച്ചത് മുതൽ എങ്ങനെയാണ് വലിയൊരു സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയത്, അതിൽ വിഘ്നേഷ് ശിവനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്, അവരുടെ ആ ഒരു പരിചയം എങ്ങനെയാണ് പ്രണയത്തിലേക്ക് പോയി കല്യാണത്തിലേക്ക് പോയി, പിന്നെ അതിൻ്റെ അകത്ത് കല്യാണത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള
നല്ല ഭംഗിയിലുള്ള ആംഗിളിലൊക്കെയുള്ള വിഷ്വലൊക്കെ നെറ്റ്ഫ്ലിക്സ് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഡോക്യുമെൻ്ററിയിലൂടെ ആയിട്ടായിരിക്കും ആദ്യം പുറത്തു വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്യാണം നടന്നപ്പോൾ തന്നെ ഈ ഒരു ഡോക്യുമെൻ്ററി അനൗൺസ് ചെയ്തതാണ് നെറ്റ്ഫ്ലിക്സ് കംപ്ലീറ്റ് മീഡിയ റൈറ്റ്സ് മേടിച്ചു എന്നുള്ള വാർത്ത വന്നതാണ്. പക്ഷേ ഈ 2 വർഷമായിട്ടും ആ ഡോക്യുമെൻ്ററി പുറത്തു വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞല്ലേ, 2 വർഷത്തിന് മുകളിലായി. അതിന്റെ കാരണം നമ്മൾ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് നയൻതാരയുടെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റൗഡിദാൻ എന്ന 2015 പുറത്തിറങ്ങിയ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. അതിന്റെ സംവിധായകനായിരുന്നു വിഘ്നേഷ് ശിവൻ, അതിലെ നായികയായിരുന്നു നയൻതാര. അതിന്റെ പ്രൊഡ്യൂസർ ആരാന്ന് അറിയാവോ? ധനുഷാണ്. ധനുഷിന്റെ വണ്ടർ ബാർ എന്ന് പറയുന്ന ഒരു കമ്പനി, വണ്ടർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ വേർഡാണ് വണ്ടർഫുൾ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അതായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ധനുഷായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ധനുഷുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ കാരണമാണ് 2 വർഷത്തോളം ഇത് റിലീസ് ചെയ്യാൻ പറ്റാതെ പോയതെന്നാണ് നയൻതാര പറയുന്നത്. എവിടെ നിന്നാണ് പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ധനുഷ് ഉന്നയിക്കുന്ന ഒരു കാര്യം, തുടക്കത്തിൽ അത് പണ്ട് പുറത്തു വന്നിട്ടുള്ള വാർത്തയായിരുന്നു, ഇവർ ഈ സെറ്റിൽ വെച്ചിട്ടാണല്ലോ പ്രണയത്തിലാവുന്നത്. അങ്ങനെ പ്രണയത്തിലായത് മൂലം സിനിമയുടെ ഷൂട്ടിംഗ് വൈകുകയാണ്. അതായത് ഇവർ കൃത്യമായിട്ട് സെറ്റിൽ എത്താത്തതൊക്കെ മൂലമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷൂട്ടിംഗ് ദിവസം തള്ളിപ്പോവുകയും പ്രൊഡ്യൂസറായിട്ടുള്ള ധനുഷിന് 12 കോടി അധിക ചെലവ് വന്നു എന്നുള്ളതുമായിരുന്നു ധനുഷിന്റെ ആരോപണം. അപ്പോൾ എന്തായാലും സിനിമ പുറത്തിറങ്ങിയാണ്. പക്ഷേ സിനിമ വലിയ ഹിറ്റായിരുന്നല്ലേ, നല്ല അടിപൊളി സിനിമയാണ്, കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അവിടെ മുതലാണ് ധനുഷും നയൻതാരയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നയൻതാരയ്ക്ക് ഈ സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടിയപ്പോഴേക്കും ആ ഒരു ഫിലിം ഫെയർ വേദിയിൽ, അതായത് ലോകത്തോട് വിളിച്ചു പറയുന്ന തുല്യമാണ് വലിയൊരു പബ്ലിക് ഓഡിയൻസ്, എല്ലാ മീഡിയ കവറേജുമുള്ള ഒരു സ്പേസിലിരുന്ന് പറയുന്നതല്ലേ. അപ്പോൾ അവാർഡ് പിടിച്ചുകൊണ്ട് നയൻതാര പറയുന്നത്, ഞാൻ ധനുഷിനോട് ഒരു സോറി പറയുന്നു, കാരണം ധനുഷിന് എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ ധനുഷ് എനിക്ക് അവാർഡ് കിട്ടിയല്ലോ, ഈ ഒരു ആക്ടിങ്ങിന് അവാർഡ് കിട്ടിയല്ലോ, അത് കണ്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും. സോറി ധനുഷ്, നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു നയൻതാര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Wow, this woman never ceased to amaze me. The lady supremo, Nayan, Nanum Raudidan. I have to say sorry also to Dhanush because Dhanush absolutely hated my performance in Nanum Raudidan. So sorry Dhanush for disappointing you with my performance. I'll probably make it better next time. So thank you everyone. Thank you Filmfare. Thank you Khushbu. അപ്പോൾ അവിടെ മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോഴും എത്തി നിൽക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡോക്യുമെന്ററിയുടെ ഒരു ട്രെയിലർ കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നയൻതാര കൊളാബൊക്കെ ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അവരുടെ യൂട്യൂബിൽ, നെറ്റ്ഫ്ലിക്സിന്റെ യൂട്യൂബിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ധനുഷ് ഇവർക്കൊരു വക്കീൽ നോട്ടീസ് അയക്കുകയാണ്. എന്താണ് ആ വക്കീൽ നോട്ടീസിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നതിന് മുമ്പ് മറ്റൊരു 2 വർഷം ഡിലേ ആയല്ലോ, ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒന്ന് പറയേണ്ടതുണ്ട്. വിഘ്നേഷിന്റെ നയൻതാരയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പോൾ അതിൻ്റെ അകത്ത് പാട്ടൊക്കെ ഇമോഷണലി കണക്ട് ആവുന്ന ഒന്നാണ്, അതിൻ്റെ അകത്ത് ക്ലിപ്പുകൾ ആവശ്യം വരും. അപ്പോൾ ഇതിൻ്റെ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട്, അതായത് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഇത് ഉപയോഗിക്കണം, അപ്പോൾ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു NOC തരണമെന്ന് പറഞ്ഞിട്ട് ധനുഷിന് അന്ന് തന്നെ 2 വർഷം മുമ്പ് തന്നെ ഒരു ലെറ്ററൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. ധനുഷ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ NOC അപേക്ഷ മൈൻഡ് ചെയ്ത് പോലും ഇല്ല. അതായത് NOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധനുഷിൻ്റെ ആണല്ലോ, ആ സിനിമ എന്നുള്ള ധനുഷിൻ്റെ ആണ്, അതിൻ്റെ അകത്ത് A to Z കാര്യങ്ങളിൻ്റെ അവകാശം അതിൻ്റെ പ്രൊഡ്യൂസർക്കാണ്, മറ്റാർക്കും വിറ്റില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി വരുന്നതല്ലേ. ധനുഷ് മൈൻഡ് ചെയ്തില്ല. അതായത് എൻ്റെ സിനിമയിലെ ഭാഗങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻ്ററിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് ധനുഷ് അവിടെ കാണിക്കുകയാണ്. അപ്പോൾ പണ്ട് മുതലുള്ള പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ധനുഷ് സമ്മതിക്കാതെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങനെ പലതവണയായിട്ട് നയൻതാര, വിഘ്നേഷ് ശിവനും അവരുടെ ടീമും ധനുഷിനെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ധനുഷ് ഇവരുടെ അപേക്ഷയ്ക്ക് മൈൻഡ് കൊടുത്തില്ല. അങ്ങനെയാണ് ഈ ഡോക്യുമെൻ്ററി റിലീസാകാതെ 2 വർഷം കടന്നു പോകുന്നത്. 2 വർഷങ്ങൾക്കപ്പുറം ഈ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോൾ ഞാൻ റൗഡിദാൻ സിനിമയിലെ ഒരു പാട്ടോ ക്ലിപ്പോ ഒന്നും ഉപയോഗിക്കാൻ ധനുഷ് അവകാശം കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ചെയ്യത്തുമില്ലല്ലേ. അപ്പോൾ നയൻതാരയും ഒക്കെ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയുടെ ക്ലിപ്പല്ല, മറിച്ച് സിനിമ സെറ്റിൽ നിന്ന് ഒരുപാട് പേരൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കത്തില്ലേ. ഇപ്പോൾ ഏതെങ്കിലും മലയാള സിനിമയുടെ അത് ഷൂട്ടിങ്ങിൻ്റെ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടാകത്തില്ലേ, അങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകൾ ഉപയോഗിക്കുകയാണ്. അത് ഈ ട്രെയിലറിലുണ്ട്. ട്രെയിലറിൽ ഒരു 3 സെക്കൻഡാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ട്രെയിലറിൽ അത് വന്നപ്പോഴാണ് ധനുഷ് വക്കീൽ നോട്ടീസ് അയക്കുന്നത്. അപ്പോൾ വക്കീൽ നോട്ടീസ് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമൊക്കെ ആയിരുന്നു, അത് ഞങ്ങളുടെ അവകാശമില്ലാതെയാണ്, അതായത് സെറ്റിൽ വെച്ചിട്ടുള്ള എന്ത് വിഷ്വലാണെങ്കിലും അതിൻ്റെ അവകാശം ഞങ്ങൾക്കാണ്, അല്ലാതെ അത് മറ്റൊരാളെടുത്ത പബ്ലിക് ഡൊമൈനിലുള്ളതാണെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ അത് റിമൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും, 10 കോടി നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്നുള്ളതായിരുന്നു ധനുഷിന്റെ അഡ്വക്കേറ്റ് അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെയിലറിലാണ് 3 സെക്കൻഡ് ഉള്ളത് കേട്ടോ. ഒരുപക്ഷെ ആ ഡോക്യുമെന്ററിയിൽ 3 സെക്കൻഡിൽ അധികം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ 3 സെക്കൻഡിൽ താഴെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നും കാണിക്കുന്നില്ലായിരിക്കാം, നമുക്കറിയില്ല.
ഇതിൽ മാത്രമാണ് 3 സെക്കൻഡ് ഉള്ളത്. അതിൽ എത്രയാണെന്ന് റിലീസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ഒരുപാട് പേര് ചർച്ച ചെയ്തത് അതായിരുന്നു. ഇതിൻ്റെ അകത്ത് 3 സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതൽ വരത്തില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും പ്രശ്നം രൂക്ഷമാകുവാണ്. 24 മണിക്കൂറിൽ കണ്ടന്റ് റിമൂവ് ചെയ്യണം. അതായത് ഈ ട്രെയിലറിൽ നിന്നും ആ ഒരു ഡോക്യുമെന്ററി ഉണ്ടല്ലോ അതിൽ നിന്നും കണ്ടന്റ് റിമൂവ് ചെയ്തില്ലെങ്കിൽ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുമെന്നായിരുന്നു ധനുഷിന്റെ ഭാഗത്ത് നിന്ന് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ധനുഷിനുള്ള മറുപടിയായിട്ടാണ് നയൻതാര ഈ ഒരു ലെറ്റർ പബ്ലിക് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധനുഷ് അയച്ച ലെറ്റർ പേഴ്സണൽ ആയിരുന്നല്ലേ, അത് നയൻതാരയുടെ കയ്യിലെത്തിയത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, നയൻതാര പറഞ്ഞപ്പോഴാണ് നമ്മളും അറിയുന്നത് അല്ലേ. അപ്പോൾ അതിൽ വളരെ കടുത്ത ഭാഷകളാണ് ധനുഷിനെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈഗോയും അതായത് പകയും വിദ്വേഷവും ഒക്കെ വച്ച് നടത്തുന്ന ഒരാൾ ഏറ്റവും താഴ്ന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതുപോലെ ഷാഡൻ ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ധനുഷിന്റെ കമ്പനി ജർമ്മൻ നെയിമാണല്ലോ വണ്ടർ ബാർ എന്നുള്ളത്. ഷാഡൻ ഫ്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഒരു തരം സൈക്കോപാത്ത് ആയിട്ടുള്ള ബിഹേവിയർ ഇല്ലേ. ഇപ്പോൾ സ്പൈഡർ എന്ന സിനിമയിൽ എസ് ജെ സൂര്യയുടെ ഒരുപാട് സ്റ്റാറ്റസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഒന്നാണല്ലേ. അപ്പോൾ അങ്ങനെ അത്ര എക്സ്ട്രീം സൈക്കോ ആകണമെന്നൊന്നുമില്ല. എന്നാലും മറ്റുള്ളവരെ വേദനിപ്പിച്ചും അവരുടെ വേദന കണ്ടും ഒക്കെ സന്തോഷിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ പറയുന്ന ആ ഒരു അതിനെ വിളിക്കുന്ന ഒന്നാണ് ഷാഡൻ ഫ്രോയിഡ്. ഒരു ജർമ്മൻ വേർഡാണ്. ഈ വിഷയം വലിയ വിവാദമായിട്ട് മാറുകയാണ്, വലിയ ചർച്ചകളായി മാറുകയാണ്. അപ്പോൾ ജനങ്ങൾ എല്ലാ വിഷയത്തിലും എന്ന പോലെ 2 ചേരികളായിട്ട് തിരികെയാണ്. ഒരു ഭാഗത്തെ ജനങ്ങൾ നയൻതാരയ്ക്കും വിഘ്നേഷിനും സപ്പോർട്ട് കൊടുക്കുകയാണ്. അവർ 3 സെക്കൻഡല്ലേ ഉപയോഗിച്ചുള്ളൂ, അതും നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതായത് ആ സിനിമ എന്നുള്ള ക്ലിപ്പുകൾ അല്ലല്ലോ, BTS ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുമല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചൊരു ഫോട്ടോയോ അല്ലെങ്കിൽ അവിടുത്തെ സെറ്റിലുള്ള ആരെങ്കിലും ഒരു ഫോട്ടോയോ ചെറിയ ക്ലിപ്പുകളോ ഒക്കെ ഇടത്തില്ലേ, ബിഹൈൻഡ് ദ സീൻസ് ക്ലിപ്പ്. ആ ഒരു ക്ലിപ്പല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനെങ്ങനെയാണ് നിങ്ങൾക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിന് പറഞ്ഞിട്ടും കാര്യമില്ല. ആകപ്പാടെ 3 സെക്കൻഡ് അല്ലേ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ ആ ഒരു ഡോക്യുമെന്ററി. എല്ലാ പ്രൊഡ്യൂസേഴ്സും തമിഴിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും അവരുടെ പാട്ടും ആൽബവും എല്ലാം അടക്കം ഉപയോഗിക്കാൻ അനുമതി കൊടുത്തു. എല്ലാ സംവിധായകരും മറ്റ് കോ ആക്ടേഴ്സും ഒക്കെ ഇന്റർവ്യൂ തന്നെ നേരിട്ടിരുന്ന് വന്നിട്ട് അവരുടെ നയൻതാരയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളോട് ജസ്റ്റ് ഒരു NOC മാത്രമല്ലേ ചോദിച്ചുള്ളൂ, എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്നായി ചോദിക്കുന്ന ഒരു വിഭാഗം ഒരു വശത്ത്. മറുഭാഗത്ത് ധനുഷിന് സപ്പോർട്ടായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞ വാദം എന്തെന്നാൽ 2 വർഷം മുമ്പ് ഈ ഡോക്യുമെന്ററി കല്യാണം കഴിഞ്ഞപ്പോൾ ഇറങ്ങുവാണെങ്കിൽ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ ഹൈപ്പ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. ആരും ആ ഡോക്യുമെന്ററിയെ പറ്റി ഒന്ന് അന്വേഷിക്കുന്നോ ചോദ്യം ചോദിക്കുന്നോ പോലും ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കണം, ഒരു പ്രൊമോഷൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നയൻതാരയും വിഘ്നേഷും കളിക്കുന്ന കളികളാണ്. മാത്രമല്ല ട്രെയിലറിലാണ് 3 സെക്കൻഡ് ഉള്ളത്. അപ്പോൾ ഡോക്യുമെന്ററിയിൽ എത്ര സെക്കൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയത്തില്ലല്ലോ. ഒരു സെറ്റിലെ BTS ബിഹൈൻഡ് ദ സീൻസ് ആണെങ്കിലും അത് ധനുഷിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. കാരണം ആ സെറ്റ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ്ലി മേക്ക് ചെയ്യുന്നത് ആരാണ്? അതും പ്രൊഡ്യൂസറിന്റെ ചെലവിൽ തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു ഫോട്ടോ എങ്ങനെയാണ് ബിഹൈൻഡ് ദ സീൻസ് ഫോട്ടോ ആണെങ്കിലും അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, എങ്ങനെയാണ് അത് ധനുഷിന് അവകാശം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത്? ഇത് വെറുതെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് തുടങ്ങിയ വാദങ്ങളൊക്കെയായിരുന്നു ധനുഷിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി SS കുമരനും വിഘ്നേഷുമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറയുവാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഈ വിഷയത്തിന് തൊട്ട് പുറമെ തന്നെ SS കുമരൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം സിനിമാ സംവിധായകനാണ്, പ്രൊഡ്യൂസറും കൂടിയാണ്. അദ്ദേഹം വിഘ്നേഷ് ശിവനെ പറ്റിയിട്ട് ഒരു കത്ത് തയ്യാറാക്കിയാണ്. നയൻതാരയുടെ ഭർത്താവ് നയൻതാര ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അതെന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിഘ്നേഷിനെ വിളിച്ചിട്ട് LIC എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. LIC എന്നുള്ള പേരിൽ ഞാൻ ടൈറ്റിൽ രജിസ്ട്രേഷനും ഒക്കെ അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഏതാനും കുറച്ച് നാൾക്ക് ശേഷം സംഭവിച്ചത്, വിഘ്നേഷിന്റെ മാനേജർ എന്നെ വിളിക്കുകയും എന്നോട് ചോദിച്ചത് ഇപ്രകാരമാണ്. ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞങ്ങളുടെ പക്കലുള്ള LIC, ഞങ്ങളൊരു LIC എന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ വന്നത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് ഇദ്ദേഹത്തെ നൈസായിട്ട് ചാമ്പി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ, ആ ഒരു പ്രവൃത്തിയാണ് വിഘ്നേഷ് ശിവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് ആരോപണം. മാനേജർ വളരെ മോശമായിട്ടായിരുന്നു പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇത് പറയുക മാത്രമല്ല, പിന്നീട് അതിന്റെ പൂജ, LIC എന്നും പറഞ്ഞ ക്ലാബ് ബോർഡ് പിടിച്ചിട്ടുള്ള അതിന്റെ പൂജയും ഒക്കെ തന്നെ വിഘ്നേഷ് ശിവനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചെയ്തത് വലിയ ചതിയല്ലേ. ധനുഷ് നിങ്ങളെ ദ്രോഹിച്ചു എന്ന് പറയും. നിങ്ങൾ എന്നോട് ചെയ്തത് എന്താണ്? ഞാനൊരു സാധാരണക്കാരാണ്, ചെറിയൊരു വ്യക്തി ആയതുകൊണ്ടാണോ ഒരു കാര്യമില്ലാതെ പോയിട്ടുണ്ടായിരുന്നത്? നിങ്ങളെപ്പോലുള്ള വലിയ വ്യക്തികൾ കോടതിയിലും അവിടെ ഇവിടെയൊക്കെ പോകാൻ പറ്റും, ഞാൻ അതൊന്നും ചെയ്യത്തില്ല, നിങ്ങൾക്കെതിരെ തിരിയത്തില്ല എന്നുള്ളത് കൊണ്ടല്ലേ എന്നെ ഇങ്ങനെ ഒരു വാക്ക് പോലും മിണ്ടാതെ ആ സിനിമ ടൈറ്റിൽ തട്ടിയെടുത്തത് എന്നൊക്കെയുള്ള കാര്യമാണ് SS കുമരൻ ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ഏത് ദൈവത്തിന്റെ കോടതിയിലാണ് ഞാൻ പോകേണ്ടത്? ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ചോദിക്കാൻ കാരണം, നയൻതാരയുടെ ലെറ്ററിൽ നയൻതാര പറയുന്നുണ്ട്, ധനുഷ് നിങ്ങളൊരു പക്ഷേ കോടതിയിൽ ജയിച്ചേക്കാം, പക്ഷെ ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഏത് ദൈവത്തിന്റെ കോടതിയിൽ പോകണമെന്ന്. ഈ നയൻതാര ധനുഷ് വിഷയത്തിൽ അതിന്റെ പകർപ്പവകാശം, അതായത് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കൃത്യമായിട്ടുള്ളൊരു റൂളില്ല എന്നുള്ളതാണ്. അത് ആത്യന്തികമായിട്ട് ഒരു കോടതി മുമ്പാകെ വിചാരണ ചെയ്യപ്പെട്ട് വിധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇനി ആത്യന്തികമായിട്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാം,
3 സെക്കൻഡിൽ താഴെ ഉപയോഗിക്കുക എന്ന റൂൾ കൊണ്ടുവരാനും പറ്റില്ല. ഇപ്പോൾ പല യൂട്യൂബിൽ പുതിയതായിട്ട് വരുന്നവരും പറയാറുണ്ട്, ഒരു സിനിമയുടെ ക്ലിപ്പുകൾ നമ്മൾ വീഡിയോസിൽ ഉപയോഗിക്കണമെങ്കിൽ 3 സെക്കൻഡിൽ താഴെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, 5 സെക്കൻഡിൽ താഴെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അത് യൂട്യൂബിന്റെ ഫെയർ യൂസ് പോളിസിയിൽ വരുമെന്നും ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അവർക്ക് തരാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടല്ലേ? തീർത്തും തെറ്റാണ്. നിങ്ങളൊരു സിനിമയുടെ 3 സെക്കൻഡ് എന്നല്ല, അതിൻ്റെ ഒരു സ്റ്റിൽ ഇമേജ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസർക്കോ അതിൻ്റെ റൈറ്റ് ഓണേഴ്സിനോ വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാം. അതിന് യാതൊരുവിധ നിയമ തടസ്സവും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ വാദിക്കുക, ഞാൻ യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസി പ്രകാരമാണ് അങ്ങനെ ഉപയോഗിച്ചതെന്ന്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടല്ലേ കാണിച്ചിട്ടുള്ളൂ, അതെങ്ങനെ ഫെയർ യൂസ് ആണെന്ന് വാദിക്കാൻ പറ്റും? ഫെയർ യൂസ് ആണോ അല്ലെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നുള്ള കാര്യങ്ങൾ യൂട്യൂബ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓരോ രാജ്യത്തും ഓരോ ഫെയർ യൂസ് പോളിസിയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഇതുമായി സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ നിലനിൽക്കുന്നില്ല. അങ്ങനെ നിയമനിർമ്മാണം നടത്താനും പാടാണ്. കാരണം നിങ്ങൾ എന്ത് കണ്ടന്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വീഡിയോ ആകാം, ഓഡിയോ ആകാം, അത് ഫോട്ടോ ആകാം, ആർട്ട് വർക്ക് ആകാം, ഒരു ചിത്രകലയാകാം, അല്ലെങ്കിൽ അവരുടെ ഒരു കത്താകാം, അവരെഴുതിയിട്ടുള്ള കത്ത് നിങ്ങൾക്ക് എടുക്കാൻ അധികാരമില്ല. അവരുടെ ഒരു കഥയാകാം, അവരുടെ ഒരു ഗാനമാകാം, മ്യൂസിക് ആകാം, എന്തും ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആകാം, അങ്ങനെ ഏത് സാധനവും ആണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഏത് മാർഗത്തിലൂടെയാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങളത് മോണിറ്ററി ബെനിഫിറ്റ് നേടുന്നുണ്ടോ, അതായത് അതിൽ നിന്ന് പൈസ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഈ ഒരു നിങ്ങൾ ആ കണ്ടന്റ് ഉപയോഗിച്ചത് മൂലം ആ ഒരു യഥാർത്ഥ ഉടമസ്ഥന് ബിസിനസ്സിൽ നഷ്ടമുണ്ടായിട്ടുണ്ടോ, ഇങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ അവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരും ഈ ഒരു കേസിന്. അപ്പോൾ കൃത്യമായിട്ടൊരു നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു സംഭവമാണ്. എന്താണ് ഫെയർ യൂസ്, എന്താണ് ഫെയർ യൂസിൽ പെടാത്തത്? ഇപ്പം നമ്മുടെ മലയാളത്തിലെ തന്നെ പല യൂട്യൂബേഴ്സിനും, പ്രധാനമായിട്ടും സിനിമ റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്, അവർ തംബ്നെയിൽ സിനിമയുടെ പോസ്റ്റർ ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അവർ വലിയ കോപ്പിറൈറ്റ് കമ്പനിയാണ്, അവർ കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? എന്താണ്, ആ ഒരു യൂട്യൂബർ വീഡിയോ ഇടും, എനിക്കിന്ന കമ്പനി കോപ്പിറൈറ്റ് തന്നു, ഭയങ്കര പ്രശ്നമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ? കാരണം ഇതുമായിട്ട് കേസൊക്കെ ആയിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബറെ സംബന്ധിച്ച് വലിയ പാടാണ്. അവർ വലിയ കോപ്പറേറ്റ് ടീമാണ്, കോപ്പറേറ്റ് വക്കീലുണ്ടാവും. അപ്പോൾ ഒരുപാട് നൂലമാലകൾ നമ്മൾ പെടും, നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശേഷി ഉണ്ടാകത്തില്ല. കോടതി തന്നെ കുറേ തവണ പോയിട്ട് വരുമ്പോൾ തന്നെ നമ്മളുടെ ചെരുപ്പ് തേഞ്ഞ് നമ്മളൊരു പരിമാവും, ചിലവുകളും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അവർക്കെതിരെ ഒരു വീഡിയോ ഇട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ അങ്ങോട്ട് തീർക്കും. ശരിയാണ്, അങ്ങനെ റിയാക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമ റിവ്യൂവേഴ്സിനൊക്കെ കോപ്പിറൈറ്റ് കൊടുക്കുന്ന അത് കുറഞ്ഞു വന്നിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ്. എന്തായാലും നയൻതാര ധനുഷ് വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നൊന്നുമല്ല, അത് കോടതിയിൽ പോകുന്ന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ടുപേരും പവർഫുൾ ആണ്. ഏത് കോടതി വരെ, ഈവൻ സുപ്രീം കോടതി വരെ വിചാരണ പോകാൻ സാധ്യതയുണ്ട് ഇവരുടെയൊക്കെ കാര്യത്തിൽ. കാരണം അത്രത്തോളം പണവും ആരെയും എത്ര വലിയ വക്കീലിനെയും സിറ്റിംഗ് ഫീസും കൊടുക്കാനൊക്കെ അവരെ കൊണ്ട് സാധിക്കും, രണ്ടുപേരെ കൊണ്ടല്ലേ? അപ്പോൾ നമുക്കറിയത്തില്ല, നമുക്ക് ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്ന മുമ്പ് എന്താണ് കോടതി പറയുന്നതെന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അഭിപ്രായം പറയാൻ സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ട് ഈ കോപ്പിറൈറ്റിന്റെ കാര്യം നമുക്ക് അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഞാനും ഒരു അഭിപ്രായം പറയാത്തത്. ഫെയർ യൂസ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പിന്നെ ഒരു ബിസിനസ്സിൽ ഇമോഷണൽ സംഭവങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് അവരുടെ ജീവിതമല്ലേ, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഞാൻ വേറൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് പറയുകയാണ് എനിക്ക് മറ്റേ എൻ്റെ ജീവിതമാണ് അങ്ങനെയാണ്, നോ, അങ്ങനെയൊന്നും ഇല്ല. ബിസിനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്ക് അവരുടെ ഇടയിൽ പേഴ്സണൽ ഗ്രഡ്ജ്, ആ പ്രശ്നങ്ങൾ നിലനിൽപ്പുണ്ട്. അപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ രാജ്യത്തെ നിയമ സംവിധാനം വഴി ഒരു തീർപ്പാക്കട്ടെ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.